എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ജുബി. ഞാൻ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി റഷ്യയിലാണ് താമസിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അബദ്ധങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന കള്ളമാണെന്നറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അതേ കള്ളം ചെയ്യുന്നവരെ നമ്മൾ എന്ത് വിളിക്കണം? കള്ളൻ എന്ന് വിളിക്കണം. അങ്ങനെ ഒരു കള്ളൻ്റെ വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. ഇവനാണ് ആ കള്ളൻ. ഇവൻ്റെ പേര് ഇജാസ് എന്നാണ്. ഞാൻ ഇവൻ്റെ വീഡിയോ പ്ലേ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് നിനക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണിക്കാം. ഇതെന്താണെന്ന് അറിയോ? വിസ തട്ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുകയാണ്. എനിക്കിവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ട്, എനിക്കിവിടെ വയാനബിലിറ്റി ഉണ്ട്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇവൻ്റെ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ ഇവന് മാത്രമേ സിറ്റിസൺഷിപ്പ് ഉള്ളൂ, ഇന്ത്യക്കാരനായിട്ട് മലയാളികൾക്ക് പോലും ഇല്ലെന്നാണ് ഇവൻ്റെ ഒരു ധാരണ എന്ന് ഇവൻ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവൻ അറിയത്തില്ല, ഇഷ്ടംപോലെ ഇന്ത്യക്കാരും മലയാളികളുമായിട്ടുള്ള ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ സിറ്റിസൺഷിപ്പായിട്ട് മാനമര്യാദയ്ക്ക് ഒരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവനെ പോലുള്ള ഫ്രോഡുകൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് വിസ തട്ടിപ്പ് പരിപാടികളാണ് ഇവനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ഈ ചെയ്യുന്ന ലീഗലായിട്ടുള്ള കാര്യമല്ല, ഒരു സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ ഇവൻ അതിനുള്ള കേസ്, ഇവൻ്റെ ഏകദേശം ഇവൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവൻ 5 കൊല്ലമായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ 2 കൊല്ലമായി ഇവൻ ഈ വിസ തട്ടിപ്പ് തുടങ്ങിയിട്ട് റഷ്യയിൽ. ഇവൻ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് കാണിച്ചിട്ടാണ് അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ വിശ്വസിപ്പിക്കുകയാണ്. എൻ്റെ അടുത്ത് ഈ സാധനമുണ്ട്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, നിങ്ങൾക്ക് എൻ്റെ അടുക്കിലേക്ക് വരാം. ഇവൻ കൊടുക്കുന്ന വിസേനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ വിസ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുള്ളി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇവൻ പറഞ്ഞ ഈ വയാന ബില്ലറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് വാൻകമാറ്റ് എന്ന് പറയുന്ന, അതായത് റഷ്യൻ ആർമിയുടെ സെക്ഷനാണ്, ഒരു ഓഫീസാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, എല്ലാ സിറ്റികളിലും ഉണ്ട് ആ ഓഫീസ്. അവിടെ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. റഷ്യയിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം 1 കൊല്ലമെങ്കിലും 18 വയസ്സ് കഴിഞ്ഞ എല്ലാ പ്രത്യേകിച്ച് ശാരീരികമായി ബുദ്ധിമുട്ടില്ല, അംഗവൈകല്യമോ ഇതൊന്നും ഇല്ലാത്ത ഒരാൾ, എൻവലീറ്റ് ആയിട്ടുള്ള ഇല്ലാത്ത ഒരാൾ ആർമിയിൽ 1 കൊല്ലമെങ്കിലും പോയി ജോലി ചെയ്യണമെന്നാണ്. എൻ്റെ ഫ്രണ്ട്സും എനിക്കിവിടെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ആർമിയിൽ ജോലി കിട്ടുള്ളതാണ്. ഇവനിത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇന്ത്യക്കാർക്ക് 2024 ഉള്ള നിയമപ്രകാരമാണ് ഇനി പറയുന്നത്. നമുക്ക് ആർമി ജോയിൻ ചെയ്യണ്ട. ആർമി ജോയിൻ ചെയ്യാതെ തന്നെ നമ്മൾ വാൻകമാറ്റിൽ പോയിട്ട് നമുക്ക് അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വയാന ബില്ലറ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടും. അല്ലാതെ ഈ 6 മാസമൊന്നും റഷ്യയിൽ ഇവൻ ഇത് ആർമിയിൽ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇവൻ വെറുതെ നിങ്ങളെ ഫ്രണ്ടിൽ ഈ സാധനം എനിക്ക് കിട്ടി, അതൊരു ഡോക്യുമെൻ്റ് കാണിച്ച്, അതായത് ഇവൻ കാണിക്കുന്ന എല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇവനെ ഓൾറെഡി പൂട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇവൻ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് റഷ്യ അറിയുന്നവർക്ക് മനസ്സിലാവും. റഷ്യൻ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുള്ള കാർഡാണിത്, വയന്ന ബില്ലത്ത്. അതായത് അവനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് ഇവിടെ എനിക്ക് ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കാർഡാണ്. അതായത് റഷ്യൻ ആർമിയിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നിനക്ക് എന്ത് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ ജയിലില്ല. ഈ ഡോക്യുമെൻ്റ് ഒക്കെ എടുത്തു വെച്ച് കാണിച്ച് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ ഓൾറെഡി നിൻ്റെ പേരിൽ കേസുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവൻ്റെ വീഡിയോസ് എല്ലാം ഓൾറെഡി എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധനം എല്ലാമായിട്ട് ഓൾറെഡി ഇനി കുറച്ച് സാധനങ്ങളോട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഇവൻ തട്ടിപ്പ് നടത്തിയ കുറച്ച് ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അത് നമുക്കിപ്പോൾ ഉടനെ തന്നെ കിട്ടും. 6 മാസത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. 6 മാസം വർക്ക് ചെയ്തു. അതായത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പിലേക്ക് 2009 കാലഘട്ടത്തിൽ, അതായത് ഈ പ്രശ്നമൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ വാർ നടക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. 2009 പറഞ്ഞത്. ഇവന് 1991 ജനിച്ച വ്യക്തിയാണ്. ഏപ്രിലാണ് ഇവൻ്റെ മാസം. 14-ാം തീയതിയാണ് ഇവൻ്റെ ബർത്ത്ഡേ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ അല്ലേ, 3 ദിവസം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആണല്ലോ. കള്ളൻ ഇജാസ്, ഹാപ്പി ബർത്ത്ഡേ. അവനാണ്. അതായത് 2009 വന്നിട്ടുണ്ടെങ്കിൽ 16 കൊല്ലം. 16 കൊല്ലമായിട്ട് അവൻ റഷ്യയിലാണെന്നാണ് അവൻ പറയുന്നത്. അവൻ 16 കൊല്ലം, അപ്പോൾ ഇവൻ 16 കൊല്ലമായിട്ട് ഇവൻ റഷ്യയിലാവണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ 18ാമത്തെ വയസ്സിൽ ഇവൻ റഷ്യയിൽ വരണം. ഇവൻ്റെ നാക്കെടുത്ത എനിക്ക് തോന്നുന്നു ഇവൻ കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമായിട്ട് വാ തുറക്കുന്നവനാണ്. അതായത് ഇവൻ ഈ കാണിക്കുന്ന ബാക്ക് പേജാണ്. ഇവൻ ഈ സംഗതി കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾക്ക് പോയിട്ട് ഇപ്പം റഷ്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് പോയിട്ട് വാൻകമാറ്റിൽ പോയിട്ട് നമ്മളിത് എഴുതി ഇതിൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും കൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടും. ഈ സാധനം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ വാൻകമാറ്റിൻ്റെ ബില്ലറ്റുള്ള എല്ലാ ആൾക്കാരും യുദ്ധത്തിലേക്ക് പോയി പങ്കെടുക്കണം. അതാണ് മെയിനായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിനകത്തുള്ളത്. ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ
ഇത് നമുക്ക് നമ്മൾ ലീഗലായിട്ടാണ് ഓരോ കാര്യങ്ങൾ റഷ്യൻ ചെയ്യുന്നത്. പാസ്പോർട്ട് അതുകൊണ്ടാണ് ഇത് ലീഗലായിട്ടാണ്, കാണിക്കുന്നത്. നാട്ടുകാരെ പറ്റിക്കാൻ റഷ്യൻ വേണ്ടേ, ലീഗലായിട്ടാ. എൻ്റെ അടുത്ത് ഇന്റർനാഷണൽ ഇതെല്ലാം ഉണ്ട്, പാസ്പോർട്ടാണ്. നിങ്ങൾ ധൈര്യത്തെ റഷ്യൻ പോരെ. ഗവൺമെന്റ് ഇത് തരണമെങ്കിൽ നമ്മളിവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് റഷ്യൻ ഗവൺമെന്റിന് കൺവിൻസ് ആയതുകൊണ്ട് ഇവന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് ഇപ്പൊ വരാൻ വേണ്ടി പോകുന്നത്. ഈ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ വെച്ചിട്ട് ഇവൻ റഷ്യൻ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ഇവിടെ വിസ തട്ടിപ്പ് നടത്തുന്നതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ഉടനെ ഇവനെതിരെയുള്ള കേസ് കാര്യങ്ങൾ ഉടനടി തന്നെ സംഗതി വരും. ഇന്ത്യയിൽ നിന്ന് ഇവൻ ഇതിൽ ആരൊക്കെ റഷ്യയിൽ കയറി വന്നിട്ടുണ്ടോ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ആരൊക്കെ വീഡിയോ കാണുന്നുണ്ടോ അവരെല്ലാം എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് കൊടുക്കും ഡിസ്ക്രിപ്ഷനകത്ത്. അതിനകത്തുനിന്ന് എൻ്റെ നമ്പർ എടുത്തിട്ട് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം. ഞാൻ ഫ്രീ ഉള്ള സമയത്ത് നിങ്ങളെ വിളിക്കാം, ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയും. എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒരു ക്രിമിനൽ കേസിലോ ഒന്നും ഇതുവരെ പെട്ടിട്ടില്ല. ഇപ്പൊ നീ പെടും, അത് തെളിയിക്കാനുള്ള ഒരു കാണാണിത്. അധികം താമസിക്കാതെ. പിന്നെ ഈ വാൻകമാറ്റ് ബില്ലറ്റിനെ കുറിച്ച് ഇവൻ വന്നിട്ട് കുറേ വർത്തമാനങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊടുക്കും. റഷ്യൻ ഭാഷയിലും കൊടുക്കുന്നുണ്ട്, മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റഷ്യന് കൊടുക്കാനായിട്ടുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിട്ടാണ് ഞാനതങ്ങനെ ചെയ്തേക്കുന്നത്. ഇവൻ്റെ വീഡിയോയും ഞാൻ ഇതിനകത്ത് സേവ് ചെയ്ത്, കുറേ വീഡിയോസ് ഉണ്ട് ഇവൻ്റെ പഴയ വീഡിയോ തട്ടിപ്പ് കാര്യങ്ങൾ, അതിൻ്റെ എല്ലാ വീഡിയോസ് കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാമായിട്ടാണ്. അപ്പം ഞാൻ കുറേ സാധനം പൗസ് ചെയ്ത് ഞാൻ മെല്ലെ ഇവൻ്റെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കാം. ബാക്കി വീഡിയോസ് നമുക്ക് നോക്കാം. റഷ്യൻ സിറ്റിസൺ എന്ന് തെളിയിക്കുന്ന ഒരു കാർഡും കൂടിയാണ് ഇത്. റഷ്യൻ സിറ്റിസൺ എന്ന് തെളിയിക്കുന്ന ഒരു കാർഡും കൂടിയാണിത്. അപ്പോ അവൻ പറയുന്നുണ്ട് അവൻ നിയമപരമായിട്ട് നീങ്ങും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഞാൻ ഇതിപ്പോ എന്റെ ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇതുവരെ ഞാൻ ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഓൾറെഡി സറണ്ടർ ചെയ്ത പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ട് എനിക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള ആ വ്യക്തിക്ക് ഉള്ള ഒരു കുറച്ച് ആൻസർ ഈ ഒരു വീഡിയോയിലൂടെ എന്താന്ന് വെച്ചാല് മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവൻ പറയുന്നുണ്ട് എനിക്കെതിരെ കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കെതിരെ ഇവൻ ലീഗലായിട്ട് സ്ക്രീൻ അതായത് ഇവരെ ഒരു വലിയൊരു ക്യാമ്പയിൻ തന്നെ ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. ചെയ്യുന്നുള്ളത് കൺവിൻസ് ആയത് കൊണ്ടാണ് പലരും അതിനെ കമന്റ് ചെയ്യുന്നത്. പിന്നെ നീ അവർക്കെതിരെ എന്ത് രീതിയിൽ കേസ് കൊടുക്കാനോ നീ. അതുപോലെ തന്നെ വയനാ ബില്ലത്ത് എന്ന് പറയും ആ കാർഡ്. ഇത്രയും കാർഡുകൾ എന്റെ കയ്യിലുണ്ട്. പിന്നെ നീ എന്ത് രീതിയിലാണ് നിനക്ക് എന്തെങ്കിലും ഇത്രയും കാർഡുകൾ ഉള്ളത് കൊണ്ട് ഇവൻ റഷ്യയിൽ എന്ത് തട്ടിപ്പ് നടത്തിയാലും റഷ്യൻ ഗവൺമെന്റ് ഇവനെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് ഇവൻ പറയുന്നത്. ഈ ഇത് വെച്ചിട്ട് അത് റഷ്യയിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അത് നമുക്ക് ഇനിയും വരാൻ വേണ്ടിയിട്ടുള്ള ഇവൻ തട്ടിപ്പ് നടത്തി, അതായത് ഇവൻ ഇവിടെ കൊണ്ടുവന്ന് പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. ഇവൻ എത്ര ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടോ, അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ വാട്സപ്പ് നമ്പർ എടുത്തിട്ട് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇവൻ വിസ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ പൈസയും കാര്യങ്ങളും എല്ലാം ഉറപ്പാണ്, ഇവൻ്റെ അടുക്കൽ നിന്ന് ഞങ്ങൾ മേടിച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് ബാക്കി കേൾക്കാം. എവിഡൻസ് എനിക്ക് കാണിക്കാൻ പറ്റും. പിന്നെ നീ മറ്റുള്ളവരെ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്തു. ഇതിനൊക്കെ റഷ്യയിലേക്ക് ആളുകളെ ഹയർ ചെയ്യാനുള്ള റിക്രൂട്ട്മെന്റ് ലൈസൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഇന്ത്യയിൽ നിന്ന്. ഞാൻ ഇന്ത്യക്കാരനല്ല, ഞാൻ ഒന്നാമത് റഷ്യക്കാരനാണ്. എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഇവൻ ഇതാണ് പറയുന്നത്, ഞാൻ ഇന്ത്യക്കാരനല്ല, ഞാൻ റഷ്യക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് പറ്റിക്കാം. അതൊക്കെയാണ് ഇവൻ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ 2 വർഷമായിട്ട് ഇവൻ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം 1 കോടി രൂപയ്ക്ക് മേലെയെങ്കിലും ഇവൻ ഈ 2 വർഷം കൊണ്ട് ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈസൻസ് മതി എനിക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ. ഞാൻ റഷ്യൻ കമ്പനിയായിട്ട് കോർപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇന്ത്യന്റെ കാർഡ് വേണ്ട. പക്ഷേ എന്നാൽ പോലും ഞാൻ ഇതുവരെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ പെടാത്തത് കൊണ്ട് ഞാൻ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഒരു കൺസൾട്ടൻസി കാർഡ്, അതായത് ലൈസൻസോടുകൂടിയുള്ള, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് തന്നിട്ടുള്ള, എന്റെ പേരിൽ എടുക്കാൻ പറ്റില്ല, എന്റെ ഫാമിലിന്റെ പേരിൽ എടുത്തിട്ടുള്ള. അതായത് ഈ വീഡിയോ ആരെങ്കിലും ഇവന്റെ ഫാമിലിയോ ഇവന്റെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, പ്രായമുള്ള ആൾക്കാരാണ്, നമുക്ക് മാതാപിതാക്കളുള്ളതാണ്, എത്രയും പെട്ടെന്ന് അവൻ്റെ നാട്ടിലുള്ള ആ വിസ കമ്പനി പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുക. അല്ലെങ്കിൽ അവർക്കും എതിരെ കേസുണ്ടാവാം. പ്രായമുള്ള ആൾക്കാരാണ്, അവരും ജയിലിൽ പോകാനായിട്ടുള്ള സാധ്യത അവർക്കും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്. പിന്നെ ഇവർ ഈ പൈസ മേടിക്കുന്നതൊന്നും ഇവർ ക്യാഷായിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്കല്ല, ഇവർ പല അക്കൗണ്ടിലോട്ടാണ് മേടിക്കുന്നത്. അതുകൊണ്ട് ഇവൻ്റെ അക്കൗണ്ടിൽ പൈസ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ മേടിക്കുക. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് കേസ് കുറച്ചുകൂടി ഇവനെതിരെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് നീക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ.
ഒരു കാർഡ് ഇന്ത്യൻ ഗവൺമെന്റ് അലോഡ് ആക്കി തന്നിട്ടുള്ള കാർഡ് എന്റെ കയ്യിൽ, കേരള ഗവൺമെന്റ് അലോഡ് ആക്കി തന്നിട്ടുള്ള കാർഡ് എന്റെ കയ്യിലുണ്ട്. ജെന്യൂൻ ആയിട്ടുള്ള കാർഡാണ്. കാരണം ഞാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തത് കൊണ്ട് എന്റെ പേരിൽ ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല എനിക്ക്. പിന്നെ ഞാനൊരു കമ്പനിയിലേക്കും ആളുകളെ ഡയറക്റ്റ് ഹയർ ചെയ്യുന്നില്ല. കാരണം ഇനി ഞാൻ അടുത്തത്, എനിക്ക് ഇവൻ്റെ വിസ തട്ടിപ്പിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണം. പിന്നെ ഇവൻ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവിറ്റേഷൻ കൊടുക്കാനോ കോൺട്രാക്ട് കൊടുക്കാനോ പറ്റത്തില്ല. ഞാനോ കമ്പനിയുടെ ഓണറോ ഒന്നും അതായത് ഇവർ വിസ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ടാണ്. ആ കാര്യങ്ങളൊക്കെ ഞാനിതിൻ്റെ മുന്നോട്ടേക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവൻ ഭയങ്കരമായിട്ട് ഫ്രോഡ് പരിപാടി ചെയ്യുന്ന ഒരാളാണ് റഷ്യയിൽ. ഈ വിസ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ് ഇവിടെ. ഏകദേശം 1 കോടി രൂപയ്ക്ക് മേലെയെങ്കിലും ഇവനിവിടെ വിസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവൻ്റെ ഇതിൽ റഷ്യയിൽ ആരെങ്കിലും വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായ പൈസ നിങ്ങൾ തിരിച്ചു മേടിച്ചു തരുന്നതാണ്. ഒരു കമ്പനിയാണ് അവരെ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നതും ഇൻവിറ്റേഷൻ കൊടുക്കുന്നതും. അപ്പോൾ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. പിന്നെ നീ എന്താണ് പറഞ്ഞത്? കുറച്ച് കാര്യങ്ങൾ നീ വേറെ കുറച്ച് കാര്യം അവര് തെറ്റ് ചെയ്യ കമന്റ് ഇടുന്നവർക്കെതിരെ ഞാൻ ആണ് ഇതിന് നീ മാന്യം നിനക്കെതിരെ 100 ലീഗൽ ആക്ഷൻ എടുക്കാനുള്ള അതായത് ഇവൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന വലിയൊരു ഇതാണ്. ഇതിന് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ രീതിയിലാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള വ്യക്തികൾ റഷ്യൻ സിറ്റിസൺഷിപ്പ് വെച്ചിട്ട് ഒത്തിരി തട്ടിപ്പ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെയൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുക, ഇവർ ഈ കൊടുക്കുന്ന വിസ കാര്യങ്ങൾ ലീഗലായിട്ടുള്ള വിസയല്ല. ഒന്നാമത്തെ കാര്യം നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുമായിട്ട് വിളിക്കാം. ഇപ്പോൾ ഈ നമ്പറുണ്ട്. അല്ലെ വേറെ ഇവിടെയുള്ള ഈ റഷ്യയിൽ വർക്ക് ചെയ്യുന്ന വേറെ ആൾക്കാരായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിലോ പരിചയത്തിലോ ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് അവർ വഴി ഈ വിസ ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഇവർ മേടിക്കുന്ന വിസയുടെ പൈസയും കമ്മീഷനും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ നമ്മൾ വല്ലാതായിപ്പോവും. ആ ഒരു രീതിയിലാണ്. ഈ കഴിഞ്ഞൊരു 3 മാസം മുന്നേ തന്നെയാണ് നമ്മുടെ ഒരു മലയാളി പയ്യനെ ഇതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് റഷ്യൻ ആർമിയിലോട്ട് വിട്ട് മരിച്ചു പോയത്. നിങ്ങളെല്ലാവരും കേട്ട 3 മാസം മുന്നേ. അതുപോലെ തന്നെ ഇവന്മാർ ഇതിൽ പെട്ടതാണ്. ഒരുത്തനാണ് 2 കോടി രൂപയ്ക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പോ 4 ആഴ്ച മുമ്പോ നാട്ടിൽ 2 കോടി രൂപ. ചില്ലറ പൈസയൊന്നുമല്ല ഈ പിള്ളേർ വെട്ടിച്ചുണ്ടാക്കി. ഇവിടെ വരൂ, പണിയെടുക്കുക, നിങ്ങൾ അധ്വാനിക്കുക, കാശുണ്ടാക്കുക, ഒരു കുഴപ്പമില്ല. എന്തിനീ പാവപ്പെട്ട ആൾക്കാർ, ഈ വരുന്ന ആൾക്കാരൊന്നും കാശുള്ള ആൾക്കാർ, നിങ്ങളാരും കാശ് സമ്പാദിച്ച് ഒത്തിരി പൈസയുള്ള ആൾക്കാരൊന്നും അല്ല. പലത് വിറ്റും പെറുക്കിയും അമ്മയുടെ കെട്ടുതാലി വരെ പണയം വെച്ചും എടുത്തും ഒരു നാട്ടിൽ വന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് നിങ്ങളെല്ലാവരും. ഈ വ്യക്തികൾ നിങ്ങളെ ഇത് വെച്ചിട്ട് ഇവർ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തരുന്ന വിസ ലീഗലായിട്ടുള്ളൊരു വിസയല്ല. ഒന്നാമത് നിങ്ങളത് മനസ്സിലാക്കുക. ഇവിടെ വന്നിട്ടുള്ള ഇതേ വിസയിൽ വന്നിട്ടുള്ള ആൾക്കാർക്കറിയാം. അവരെ നമുക്ക് കണ്ടുപിടിക്കണം. അതാണിപ്പം മെയിനായിട്ട്. ആദ്യം നമ്മൾ വീഡിയോ കാര്യങ്ങൾ അങ്ങനെ ഇതത്രയ്ക്ക് വരും. പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് ഈ പരിപാടി റഷ്യയിൽ മലയാളികൾ തന്നെ ഭയങ്കരമായിട്ട് ഈ സംഭവം വലുതായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. കുറേ ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു ഇത് എന്താണെന്നുള്ളതിനെക്കുറിച്ച്. പിന്നീട് നമ്മൾ അവർക്ക് പറഞ്ഞു. അതും അവരും ജോലി ചെയ്യാൻ വേണ്ടി വന്ന് ഈ സംഭവം അറിയുമ്പോഴത്തേനും അവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അവർ പിന്നെ ഈ പരിപാടി വിട്ടു. അവർ വേറെ കാര്യങ്ങളും ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഇത് അറിഞ്ഞിട്ടും, ഞാൻ ആദ്യം പറഞ്ഞ കള്ളവാന്ന് അറിഞ്ഞിട്ടും വീണ്ടും ആൾക്കാരെ ചതിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവനെപ്പോലുള്ള ആൾക്കാരെയാണ് നമുക്ക് ഇനിയും ഇവൻ്റെ വിചാരം ഇവനെ ഇന്ത്യൻ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഇവിടെ ഉണ്ടായ പ്രശ്നം ഉണ്ടല്ലോ, ഒരു 3 കൊല്ലം മുന്നേ ഒരു മലയാളീനെ, അതിനകത്ത് ഇത് ചെയ്ത ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി റഷ്യൻ സിറ്റിസണാണ്. ഭാര്യയുണ്ട് റഷ്യക്കാരത്തി, 2 മക്കളുമുണ്ട്. പുള്ളീനെ ഇന്ത്യയിലെ നമ്മുടെ ജയിലിലാണ് അടച്ചേക്കുന്നത്. അവരുടെ കേസ് കാര്യങ്ങളെങ്കിൽ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാൽ പോലും ഇവൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ റഷ്യൻ സിറ്റിസൺ ആയതുകൊണ്ട് ഇവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ റഷ്യയിലെ ജയിലിലോട്ട് ഇവനിനി പോകാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഞാൻ ഇനി ഇവരിടുന്ന വീഡിയോയ്ക്ക് ഞാൻ വീണ്ടും ഇവർ പറയുന്ന എല്ലാ കാര്യം ഇനിയും മുന്നോട്ടേക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇവൻ ഈ വയാന ബില്ലറ്റ് എന്ന് പറയുന്ന സാധനം ഏതൊരു റഷ്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഏതൊരു ഇന്ത്യക്കാരനും വങ്കമാറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമേ ഉള്ളൂ. അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് നിങ്ങളെ ഇവൻ കാണിച്ചിട്ടാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ പക്കാ ഫ്രോഡും കള്ളനുമായിട്ടുള്ള ഒരാളാണ്. ഇവനെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. ഇവൻ എത്ര കാശ് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടോ ആ കാശെല്ലാം
ഇവൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ച് മേടിച്ച് തരാൻ വേണ്ടി ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾ മേടിച്ച് തന്നിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇവൻ വിസ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ ഇവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറച്ചിട്ട്, അതായത് ഒരു 2.5-3 ലക്ഷം രൂപയ്ക്കുള്ളിൽ വിസ ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോൾ എങ്ങാണ്ട് 4 ലക്ഷം രൂപ എങ്ങാണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിലും കുറയുമ്പോഴത്തേക്കിനും പറയും ഇന്നടുത്ത് വേക്കൻസി ഉണ്ട്, നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, മറ്റത് കുറവാണ്. പിന്നെ നിങ്ങൾ ഈ വിചാരിക്കുന്നതിൻ്റെ കൂട്ട് നിങ്ങൾക്ക് ഈ വിസയിൽ ഇവിടെ വന്നിട്ട് ഒന്നാമത് ഇല്ലീഗൽ വിസ നിങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിക്കും. പണിയെടുപ്പിച്ച് കൊല്ലുക. നിങ്ങൾക്കൊരു ലീവോ കാര്യങ്ങളോ മറ്റുള്ള സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. 11-12 മണിക്കൂറൊക്കെ ജോലിയുണ്ട്. എന്നാൽ മറിച്ച് റഷ്യൻ സിറ്റിസണായിട്ടും അല്ലെങ്കിൽ റഷ്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് 6 മണിക്കൂർ ജോലി, അവർക്ക് അവധി, അതായത് അവർക്ക് 2 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം അവധി. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു ജോലിയുടെ ഒരു ടൈം ടേബിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്നവരെ ഇവർക്ക് സാലറിയും കിട്ടുന്നില്ല. ഇവിടെയുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്നതാണ്. ഇവിടെ വന്ന് പെട്ടുപോയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നമുക്ക് പരിചയമുള്ള. അപ്പം സാലറിയും കിട്ടുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് വന്നതാണ്. ഈ വിസയ്ക്കൊക്കെ വെറും തുച്ഛമായ പൈസയേ ഉള്ളൂ. പക്ഷേ ഇവർ നല്ലൊരു കമ്മീഷനാണ് അടിക്കുന്നത്. നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കി ഇതുപോലുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇജാസിനെ പോലുള്ള ആൾക്കാർ ഞാനുമായിട്ട് ബന്ധപ്പെടുക. എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്. നിങ്ങൾ വിളിക്കുക. എന്നിട്ട് ഇനിയും കയറി വരാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്നെ വിളിക്കുക. ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി തയ്യാറാണ്. ഇനിയും മുന്നോട്ടേക്ക് വീഡിയോസ് കാര്യങ്ങൾ ഞാൻ ഇവനെതിരെ ഇട്ടുകൊണ്ടിരിക്കും. കാരണം ഇവൻ്റെ ഈ ഒരു പരിപാടി നിർത്തുക എന്നുള്ളതല്ല, ഇവനെ ജയിലിലടയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. ഇവന് റഷ്യൻ പാസ്പോർട്ട് ഉണ്ട്. ഇവനെല്ലാം എടുത്തു വെച്ച് തെളിവ് കാണിക്കും. ഇവൻ റഷ്യൻ സിറ്റിസൺ ആണ്, ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്, ഇതാണ്. അത് റഷ്യൻ ഗവൺമെൻറ്റുമായിട്ട് ഇടപെട്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കാരണം തട്ടിപ്പ് നടത്തിയിട്ട് ഇതിൽ പെട്ടുപോയിട്ടുള്ള പിള്ളേരും ഇത്ര ആൾക്കാരും നമ്മുടെ അടുക്കിലേക്ക് വരുവാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാര്യങ്ങളും പിന്നെ ഇവൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തേക്കുന്നതിൻ്റെ സംഗതി ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഇനിയും വേണ്ട കുറച്ച് ഇവനാൽ പറ്റിക്കപ്പെട്ട് ഇവിടെ വന്ന് പറ്റിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇനി കാശ് കൊടുത്തിട്ട് 4 മാസമായിട്ടും 3 മാസമായിട്ടും വിസ ചെയ്ത് തരാതെ വിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും ഞാനുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അധികം വെച്ച് താമസിപ്പിക്കാതെ തന്നെ എത്രയും വേഗം നിങ്ങൾ ബന്ധപ്പെടുന്നു അത്രയും വേഗം നമുക്ക് ഇവൻ്റെ കയ്യിൽ നിന്ന് കാശെടുക്കി ഇവന് വേണ്ട ശിക്ഷ കാര്യങ്ങൾ നമുക്ക് മേടിച്ച് കൊടുക്കാനും നമുക്ക് പറ്റും. അപ്പം എല്ലാവരോടും വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്. നിങ്ങൾ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുക. അതിനകത്ത് വീഡിയോസ് കാര്യങ്ങൾ വരുന്നുണ്ട്. മെയിനായിട്ട് തുടങ്ങാനായിട്ടുള്ള കാരണം ഇവനെ പിടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ചാനൽ തന്നെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുക. ഇവനെ അറിയാവുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ എന്നെ വിളിച്ച് പറയാനും എടുക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഏതൊരു വലിയൊരു ഗ്രൂപ്പാണ്. എല്ലാവരും മലയാളികൾ ഒട്ടനവധി ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല ഇതിനുവേണ്ടി ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട മറ്റ് സഹായങ്ങൾക്കും ഇതിനു വേണ്ടിയിട്ട് ഇവിടെ റഷ്യൻ സിറ്റിസണായിട്ടുള്ള ഒട്ടനവധി മലയാളികളും ഇന്ത്യക്കാരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കുകയോ എടുക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു തരുന്നതാണ്. അപ്പം എല്ലാവരോടും ഗുഡ് നൈറ്റ്.